ഗുഡ് ഈവനിങ് ഡേയ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. ഇത് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. അങ്ങനെ ഇന്നലെ ഗ്ലോബൽ അൺസർട്ടനിറ്റി നിലനിന്നിട്ടും കൂടിയും മാർക്കറ്റ് അതിശക്തമായ രീതിയിൽ റാലി രേഖപ്പെടുത്തി പുട്ടെടുത്ത ആളുകളെ വലിയ തോതിൽ നഷ്ടം ഉണ്ടാക്കിയ മാർക്കറ്റ് ഇന്ന് നേരെ തിരിഞ്ഞു. മാർക്കറ്റ് നിഫ്റ്റി എല്ലാം തന്നെ ഒരു 90 പോയിന്റിന്റെ അടുത്ത് ഫോൾ രേഖപ്പെടുത്തി. അത് മാത്രമല്ല 24,900 താഴെ ക്ലോസ് നടത്തി. 24,850. സെൻസെക്സും 200 പോയിന്റ് ഒരു ഫോള് ഉണ്ടാക്കി. ഒട്ടുമിക്ക എല്ലാ സെക്ടറും ഇന്ന് ഇടിവിലായിരുന്നു, എസ്പെഷ്യലി ഈ ഫാർമ സെക്ടേഴ്സ്. അപ്പൊ ഇതിൽ ഒരു ചെറുത്തുനിൽപ്പ് നടത്തിയിട്ടുള്ളത് IT സെക്ടറാണ്. കൂടാതെ തന്നെ ഡിഫൻസ് സെക്ടറും ചെറുത്തുനിൽപ്പ് നടത്തി. ഫാർമ സ്റ്റോക്കുകളുടെ നമുക്കറിയാം, ട്രംപ് ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധം കാരണം മാത്രമാണ് താരിഫിനെ കുറിച്ച് പുള്ളി ഒന്നും പറയാത്തത്. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു 5ഓളം പ്രസ്താവന നടത്തേണ്ട സമയം ഓൾറെഡി ആയിക്കഴിഞ്ഞു. അപ്പൊ എങ്കിലും ഈ ഒരു പ്രശ്നങ്ങൾക്കിടയിലും പുള്ളി അഭിപ്രായങ്ങൾ പറയാൻ മറന്നിട്ടില്ല. ഇന്ന് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ഡ്രഗ് പ്രൈസിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഓൾറെഡി തന്നെ ക്ഷീണത്തിലായ നമ്മളുടെ ഫാർമ സെക്ടേഴ്സ് ഇന്ന് അത് കാരണം കൊണ്ട് ഫർദർ ആയിട്ടും കൂടി ഒരു ഫോൾ രേഖപ്പെടുത്തി. സൺഫാർമയും ഡോക്ടർ റെഡ്ഡി എല്ലാം തന്നെ നിഫ്റ്റി 50 ടോപ്പ് യൂസേഴ്സ് ആയിരുന്നു. സൺഫാർമയുടെ അവരുടെ പ്ലാന്റില് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഇൻസ്പെക്ഷൻ നടത്തി. അതിന്റെ ഒരു ഒബ്സർവേഷൻസ് റൈസ് ചെയ്തതിന്റെ ക്ഷീണത്തിലാണ് സൺഫാർമ നിലവിൽ ഉള്ളത്. അതിന്റെ പിന്നാലെയാണ് ഡ്രഗ് പ്രൈസിന്റെ സംബന്ധിച്ച് ട്രംപിന്റെ ഭാഗത്തുള്ള ഒരു പ്രസ്താവന വന്നത്. ഇന്ന് ഡിഫൻസ് സ്റ്റോക്കുകൾ, എസ്പെഷ്യലി മസഡോൺ ഡോക് ബിൽഡേഴ്സ് സ്റ്റോക്കുകളിൽ തന്നെ ഇന്ന് നേട്ടം കൈവരിച്ചിട്ടുണ്ട്. NSE ട്യൂസ്ഡേ NSEയുടെ വീക്ക്ലി എക്സ്പയറി വരുന്നതിനെ കുറിച്ച് ധാരണയൊക്കെ ആയിട്ടുണ്ട്. പേടിക്കണ്ട. സെൻസെക്സ് തേഴ്സ്ഡേയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എന്തിനാണ് ഈ മാറ്റമെന്ന് മനസ്സിലായിട്ടില്ല, എങ്കിലും മാറ്റങ്ങൾ ഉണ്ട്. ഗോൾഡ്മാൻ സാക്ക് ഇന്ത്യയുടെ GDP 6.2 ആയിട്ട് നിലനിർത്തിയിട്ടുണ്ട്. ഗ്ലോബൽ അൺസർട്ടനിറ്റി ഉണ്ടായിട്ട് പോലും ഇന്ത്യയുടെ GDP ഡൗൺഗ്രേഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ഈ ഇസ്രായേൽ ഈ ഒരു തെഹ്റാനിൽ ആക്രമണം ശക്തിപ്പെടുത്തുമെന്ന് ഒരു ഭാഗത്ത് അങ്ങനെയുള്ള ഒരു ന്യൂസ് ഉണ്ട്. എന്നാൽ ഇന്ന് രാവിലെ US ഫ്യൂച്ചർ ഫോൾ ആവാനുള്ള കാരണം ട്രംപ് ഇറാനെ ത്രട്ടൺ ചെയ്തതാണ്. അത് വേറെ ന്യൂസ്. എന്നാൽ ഒരു ഭാഗത്തു കൂടി മധ്യസ്ഥ ചർച്ചകൾക്ക് വഴിയൊരുങ്ങുമെന്നും ന്യൂസുകളുണ്ട്. അപ്പോൾ അൺസർട്ടനിറ്റി മീൻസ് അൺസർട്ടനിറ്റി ആണ്. നാളെ ഈ ഒരു മധ്യസ്ഥ ചർച്ചകൾ നടത്തുമെന്നുള്ള ന്യൂസ് ആയിരിക്കാം മേ ബി നിഫ്റ്റി ശക്തമായൊരു റാലി രേഖപ്പെടുത്തി. അങ്ങനെയും സംഭവിച്ചിട്ടുണ്ടല്ലോ അല്ലെ. യുദ്ധം കാരണം ഇടിഞ്ഞ മാർക്കറ്റ്, എസ്പെഷ്യലി ഇന്ത്യ പാക് ആ ഒരു ഇഷ്യൂല് മാർക്കറ്റ് തിരികെ കയറിയതും നമ്മൾ കണ്ടു. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ട്, ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് പരിശോധിക്കാം. ഏറ്റവും താഴെ കാണുമ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവാണ്. ഇന്ത്യ വിക്സ് ഇന്ന് 2.43% ക്രാഷ് ചെയ്തു, 14.4. ഡോ ഫ്യൂച്ചർ 200 പോയിന്റ് മൈനസ് ആണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് 200 പോയിന്റ് പ്ലസ് ആയി ക്ലോസ് നടത്തി. കോസ്പി ഫ്ലാറ്റ് ആയിരുന്നു, എന്നാൽ ചൈനയും ഓസ്ട്രേലിയയും നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. ഗോൾഡ് ഫ്ലാറ്റായി വ്യാപാരം അവസാനിപ്പിച്ചു. എന്നാൽ ബ്രൻഡോയിൽ ഏകദേശം 74 ആണ് ഇപ്പോൾ സ്പോട്ട് ഉള്ളത്. ബിറ്റ്കോയിനിലും 1000 പോയിന്റിന്റെ ഒരു സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ബിറ്റ്കോയിനും ഈ 1,00,000 മുകളിലൊക്കെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. ബിറ്റ്കോയിനാണ് ഇപ്പോൾ മറ്റ് മാർക്കറ്റുകളെക്കാളും സ്റ്റെബിലിറ്റി ഉള്ളത്. മറ്റ് മാർക്കറ്റുകളിലാണ് ഇപ്പോൾ വോളറ്റിലിറ്റി. ബിറ്റ്കോയിനിൽ അങ്ങനെ വോളറ്റിലിറ്റി കാണുന്നില്ല. സ്റ്റേബിൾ ആയ നിലയിലാണ് ബിറ്റ്കോയിന് ഇപ്പോൾ നിൽക്കാനായിട്ട് അറ്റ്ലീസ്റ്റ് പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. പൈസൽ റെക്കമെൻഡേഷൻ ഒന്നും അല്ല, വാർത്തകൾ മാത്രമാണ്. അപ്പോൾ ഈ ശനിയാഴ്ച നമ്മുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ സീറ്റുകൾ ഫുള്ളായിട്ടുണ്ട്. ഇനി ഫർദർ സീറ്റുകൾ ഇല്ല. അപ്പോൾ ഓൺലൈനായിട്ട് പഠിക്കാം. ഞായറാഴ്ചത്തെ സ്വിങ്ങിൻ്റെ സീറ്റ് അവൈലബിൾ ആണ്. താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ ഉണ്ട്, നോക്കാം. നിങ്ങൾ നമ്മുടെ സെയിൽസ് ടീമായിട്ട് ബന്ധപ്പെടാം. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. CG പവർ കമ്പനി 641 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു പവർ ഗ്രിഡിൻ്റെ ഭാഗത്തുനിന്ന്. IPO വരുമ്പോൾ ഒസ്വാൽ പമ്പ് IPO 28 മടങ്ങ് ഓവർ സബ്സ്ക്രൈബ് ആയിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. ഇനോക്സ് ഇന്ത്യ 373 കോടി രൂപയുടെ ഇവർക്ക് ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ്. അക്സിഡേഴ്സ് കമ്പനി ഇവർക്ക് യൂറോപ്യൻ ഡിഫൻസ് കമ്പനിയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് കമ്പനി 3200 കോടി രൂപയുടെ റവന്യൂ പൊട്ടൻഷ്യലുള്ള ഒരു ഓർഡർ പൂനെയിൽ നിന്ന് അവർക്ക് ലഭിച്ചു. മാരുതി കമ്പനി ഇവരുടെ വിറ്റാര SCNG വാഹനം ഇവർ 6 എയർ ബാഗോട് കൂടിയിട്ടുള്ള പ്രീമിയം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അത് ഒരു 2025 അവസാനത്തോടെ ലോഞ്ച് ചെയ്യുമെന്ന് കമ്പനി അറിയിച്ചു. NBCC കമ്പനി 172 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. Zee എന്റർടൈൻമെന്റ് കമ്പനി പ്രൊമോട്ടേഴ്സ് 2237 കോടി രൂപ കമ്പനിയിലേക്ക് ഫണ്ട് ഇൻഫ്യൂസ് ചെയ്യുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. M&M കമ്പനി SML ഇഷ്യൂസിന് അക്വിസിഷൻ
ചെയ്യുമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ട്. റെയിൽടെൽ കമ്പനിക്ക് 44 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. 2 തവണ റെയിൽടെൽ വന്നിട്ടുണ്ട്. ബജാജ് ഫിനാൻസ് 4:1 റേഷ്യോയിൽ ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. റാനെ മദ്രാസ് കമ്പനി ഇവർ കനോപ്പി LLP കമ്പനിയായിട്ട് ഒരു പുതിയ ജോയിന്റ് വെഞ്ചർ കോൺട്രാക്ട് സൈൻ ചെയ്തു. കമ്പനി 11% റാലി കണ്ടു. നുവാമ വെൽത്ത് കമ്പനി, വാർബർഗ് പെൻകബ് എന്ന് പറഞ്ഞ കമ്പനി നുവാമ വെൽത്തിലെ ഒരു അക്വിസിഷൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയേക്കാം എന്നുള്ള ന്യൂസ് ഉണ്ട്. DLF കമ്പനി പ്രവാന നോർത്തിൽ 12,000 കോടി രൂപ പുറത്തു വരുന്ന പുതിയ പ്രൊജക്ട് കമ്പനി ലോഞ്ച് ചെയ്തു. റാം ഇൻഫോ കമ്പനി 474 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. റെയിൽടെൽ കമ്പനി അവർക്ക് എയർ മൊൻഡിഗോ എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. റെയിൽടെൽ കമ്പനിയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഋഷി ഡക്കർ കമ്പനി അവരെ സംബന്ധിച്ച് ഇവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കമ്പനി ഉയർത്തുകയാണെന്നുള്ള ന്യൂസ്. MCX കമ്പനി ഇലക്ട്രിസിറ്റി ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളെല്ലാം തന്നെ ഇവർ ലോഞ്ച് ചെയ്യുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് പോകുമ്പോൾ കുറച്ച് ദിവസം ചിന്താ വിഷയം മറന്നുപോയി പറയാൻ. അതായത് പല ആളുകളും അവരുടെ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ എൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ പോർട്ട്ഫോളിയോ ഒക്കെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഒരു പ്രത്യേക സെക്ടറിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ കാണാൻ സാധിക്കും. ചില ആളുകളുടെ പോർട്ട്ഫോളിയോയിൽ ഒരേ സമയം ഒന്നിലധികം ബാങ്കിങ് കമ്പനീസ് ഉണ്ടാവും. ചില ആളുകൾക്ക് IT കമ്പനീസിനോടാണ് പ്രിയം, അവർക്ക് IT-യിലാണ് കൂടുതൽ ശ്രദ്ധ. ചില ആളുകൾക്ക് ഈ ഡിഫൻസ് കമ്പനീസിൽ വലിയ തോതിൽ പ്രിയമുണ്ട്. അത് ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്ന ഡിഫൻസ് സ്റ്റോക്കിൻ്റെ പിന്നാലെ പോയി ബൈ ചെയ്ത് ക്രാഷ് ചെയ്യുമ്പോൾ ആ പോർട്ട്ഫോളിയോ വെച്ച് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതും ലക്ഷങ്ങളാണല്ലോ ഒറ്റ സ്റ്റോക്കിൽ. അപ്പോൾ എൻ്റെ പോയിന്റ്, നമുക്ക് വ്യത്യസ്തമാർന്ന ഒരു സെക്ടേഴ്സ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ലഭ്യമാണ്. മുൻനിര ബാങ്ക്, IT, ഡിഫൻസ് അങ്ങനെയുള്ള സെക്ടേഴ്സ് മാറ്റി നിർത്തിയാൽ കൂടിയും ഈ ഉദാഹരണത്തിന് ഈ ലൈസ് പോലെയുള്ള പ്രൊഡക്റ്റിന് ഈ പാക്കിങ് നിർമ്മിക്കുന്ന കമ്പനീസ് നമുക്കുണ്ട്. അപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ചില കമ്പനീസ് ഉണ്ട് നമുക്ക് മൊണോപ്പൊളി ആയിട്ട് ബിസിനസ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. അപ്പോൾ അത്തരം കമ്പനീസ് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഇല്ല. എന്നാലോ ഒരേ സ്വഭാവമുള്ള രണ്ടോ, ഇപ്പോൾ ബാങ്കിങ് ആണെങ്കിൽ ഒരു ABC 3 ബാങ്കാണ്, 3 ഉണ്ട് നമ്മളെ പോർട്ട്ഫോളിയോയിൽ, 3 ലക്ഷം വീതം. അപ്പം മറ്റുള്ള സെക്ടേഴ്സ് ഇല്ല അവരുടെ പോർട്ട്ഫോളിയോയിൽ, അല്ലെങ്കിൽ ഗോൾഡ് ഇല്ല. അപ്പോൾ പോർട്ട്ഫോളിയോ നമ്മൾ ഇപ്പോൾ അതെത്ര ചെറുതോ വലുതോ, ചില ആളുകൾക്ക് ഒരു ധാരണയുള്ളത് ഒരു 10, 50, 1 കോടി ഉള്ളതാണ് പോർട്ട്ഫോളിയോ, അതിന് താഴെയുള്ളൊന്നും പോർട്ട്ഫോളിയോ അല്ല എന്ന്. അങ്ങനെയല്ല, നമ്മളെ പൈസ നമ്മുടെ സമ്പാദ്യമാണ്, നമുക്ക് പ്രിയപ്പെട്ടതാണ്. അതിപ്പോൾ ഒരു 1 ലക്ഷം ആയാലും 50,000 ആയാലും അതിനൊരു ഡൈവേഴ്സിഫൈ ചെയ്യുക. അപ്പോൾ ക്യാപിറ്റൽ കൂടുന്നതനുസരിച്ച് ഡൈവേഴ്സിഫിക്കേഷൻ കുറച്ച് ശക്തമാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താ വിഷയം. അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ചെക്ക് ചെയ്യുക. ഒരു പ്രത്യേക സെക്ടേഴ്സിന് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു പ്രണയം തോന്നും. അപ്പോൾ അതിലെ സ്റ്റോക്കുകൾ നമ്മൾ അക്യുമുലേറ്റ് ചെയ്യും. പക്ഷെ അത് ഓർക്കുക, അത് അത്ര നല്ലതിനല്ല. ഡൈവേഴ്സിഫൈ ചെയ്യുക, അതിന് മാത്രം ഡൈവേഴ്സിഫിക്കേഷൻ നടത്താനുള്ള സ്റ്റോക്കുകളും കമ്പനികളും സെക്ടേഴ്സും മാർക്കറ്റിൽ നിലവിലുണ്ട് എന്നുള്ളതാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.